ഫ്രണ്ട്സ്, നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്സ് ഇൻ എക്സ്റ്റൻഷൻ ടീച്ചിങ് ആൻഡ് എക്സ്റ്റൻഷൻ ടീച്ചിങ് മെത്തേഡ്സ് ആണ്. ഓക്കെ, ദെൻ സ്റ്റെപ്സ് ഇൻ എക്സ്റ്റൻഷൻ ടീച്ചിങ്, അതിനകത്ത് വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. In order to bring about the desired changes in the behavior of people, the extension teacher should organize activities so that there will be repetition of the desired behavior, each successive repetition building on the on before it. The extension teacher therefore plans and arranges situation and activities whereby the things to be learned is called to the attention of the prospective learner. His interest developed, desire aroused, conviction created, action promoted, and satisfaction ensured. The unlimited scope of extension appears in the situation where there is need for creating awareness among the people and changing their behavior by informing and educating them. Okay. അപ്പോൾ അതിനകത്ത് വരുന്ന സ്റ്റെപ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൾക്കാരിൽ എന്ത് ചെയ്യുന്നു, ബിഹേവിയറിൽ ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ബിഹേവിയർ പാറ്റേണിൽ അതൊരു ചേഞ്ചായിട്ട്, വിസിബിൾ ചേഞ്ചായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റൻഷൻ വർക്കർ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ടീച്ചർ എന്ത് ചെയ്യണം, ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യണം. ഓക്കെ, പ്ലാൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, ലേണറിൽ ഇൻട്രസ്റ്റ് കൊണ്ടുവരണം, അതുപോലെ ലേണറിൽ ഒരു ബിഹേവിയറൽ ചേഞ്ചും കൊണ്ടുവരേണ്ടതായിട്ടും ഉണ്ട്. അങ്ങനെ ചെയ്യാൻ ഇപ്പം നമ്മൾ എക്സ്റ്റൻഷൻ വർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ദ അറ്റൻഷൻ ഓഫ് ദി ലേണർ. ലേണറുടെ അറ്റൻഷൻ എന്താണ്, കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ഓക്കെ, until the individual's attention has been focused upon the change that is considered desirable, there is no recognition of a problem to be solved or one to be satisfied. Attention is the starting point to the arousing of interest. In addition to supplying information to those desiring to learn, the extension worker creates a desire for information on the part of those who are indifferent improvements. In some instances, it may even be necessary to overcome strong resistance to change. അതായത് ഇപ്പം എനിക്കൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ചേഞ്ച് വേണം എന്ന് എന്താ ഒരു വ്യക്തി തന്നെ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എക്സ്റ്റൻഷൻ വർക്കിലോട്ട് പോകുന്നത് അല്ലേ. ഇപ്പം എനിക്കിപ്പം എന്താണ് പ്രശ്നം, എന്തെങ്കിലും ഒരു കൾട്ടിവേഷൻ പഠിക്കണം, അങ്ങനെ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹം വരുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എവിടെയാണ് ഇങ്ങനെ ഇതിനൊരു ഹെൽപ്പ് കിട്ടുക എന്ന് അന്വേഷിച്ച് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അറ്റൻഷൻ എന്ത് ചെയ്യണം, ലേൺ ചെയ്യണം അല്ലേ. ഇപ്പം നമ്മൾ തന്നെ നോക്കുമ്പോൾ ടി വി കാണുമ്പോൾ അതിൽ ഒരുപാട് ആർട്സുകളുണ്ട്. അതെന്ത് ചെയ്യണം, നമ്മൾ ഈ വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ അവരെന്ത് ചെയ്യണം, സീക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ പിന്നെ അതിനെ അന്വേഷിച്ച് പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതുപോലെ എക്സ്റ്റൻഷൻ പ്രോഗ്രാംസ് എന്ത് ചെയ്യണം, ജനങ്ങളിലോട്ട് എത്തിച്ചേരണം അല്ലേ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് എന്താണ്, ഇന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് ഇന്ന മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യാമെന്നല്ല, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ആൾക്കാരെ സമീപിക്കാം എന്നെന്ത് ചെയ്യണം, ഒരു ലേണറിന് അറിയേണ്ടതായിട്ടുണ്ട്. 2, സ്റ്റിമുലേറ്റിംഗ് ദ ലേണേഴ്സ് ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ രണ്ടാമത് എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഉള്ളവരെ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തത് അറൗസിംഗ് ദ ലേണേഴ്സ് ഡിസയർ ഫോർ ഇൻഫർമേഷൻ. അപ്പം ഇൻഫർമേഷൻ വേണം അല്ലേ, എനിക്ക് അറിയണം, കാര്യങ്ങൾ അറിയണം എന്നുള്ള ലേണറിൻ്റെ എന്ത് ചെയ്യുക, ലേണറിൻ്റെ ഡിസയറിനെ എന്ത് ചെയ്താൽ അറൗസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദ എക്സ്റ്റൻഷൻ വർക്കർ or in structure is concerned with the continued stimulation of the learner's interest in the new idea or better practice until that interest becomes a desire or motivating force sufficiently strong to compel action. ഓക്കെ, അതെന്ത് ചെയ്യണം ഇല്ലേ, ആഗ്രഹം ഉണ്ടായാൽ പോലെ. ഇപ്പം നമ്മൾ തന്നെ ICDS എക്സാമിന് പഠിക്കണമെന്ന് നമുക്ക് എന്താണ് ഒരാഗ്രഹം ഉണ്ടല്ലേ, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം, അതിനൊരു റൗസൽ വന്നിട്ടില്ല അല്ലേ. റൗസൽ വന്നാൽ മാത്രമേ, ആ റൗസൽ ഒരു ഒപ്റ്റിമൽ ലെവലിൽ വന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, വർക്ക് ചെയ്യത്തുള്ളൂ. ഡോട്ട്സൺ ലോ പറയുന്ന പോലെ അല്ലേ, മോട്ടിവേഷനകത്ത് നമ്മൾ റൗസൽ ഒപ്റ്റിമം ആയിക്കഴിഞ്ഞാൽ ഇതിനുള്ളിൽ വി വിൽ വർക്ക് ഫോർ ദാറ്റ് നീഡ്, അല്ലെങ്കിൽ വർക്ക് ഫോർ ദി ഗോൾ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ മടി പിടിച്ചിരിക്കും. ഓക്കെ, അപ്പം ആ എറൗസൽ ആരാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഇറ്റ്സ് ഡ്യൂട്ടി ഓഫ് ദി എക്സ്റ്റൻഷൻ വർക്കർ. ഓക്കെ, അടുത്തത് സ്റ്റെപ്പ് 4, കൺവിൻസിങ് ദി ലേണർ ദാറ്റ് he or she should act അല്ലേ.
നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞില്ല, നന്നായിട്ട് പഠിക്കണം അല്ലേ. ICDSൽ റാങ്ക് മാത്രം സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല, എന്ത് ചെയ്യണം, നന്നായിട്ട് ഉറക്കം വിളിച്ച് പഠിക്കുക തന്നെ വേണം എന്ന് പറയണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആക്ട് ചെയ്യുക തന്നെ വേണം അല്ലേ. ആക്ഷൻ ഫോളോസ് വെൻ ഡിസയർ, കൺവിക്ഷൻ ആൻഡ് ദ പ്രോസ്പെക്ട്സ് of satisfaction make it easier for the person to act than not to act. The extension worker sees to it that the learner knows what action is necessary and just how to take that action. He or she also makes sure that the learner visualizes the actions in terms of his or her own peculiar situation and has acquired confidence in him, in his own or her own ability to ഡു തിങ്സ് അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ആ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അടുത്തത് ഗെറ്റിംഗ് ആക്ഷൻ ബൈ ദി ലേണർ. എന്ത് ചെയ്യണം, ലേണർ അല്ലെ എല്ലാം കഴിഞ്ഞ് ചെയ്യണം. ലേണർ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. അപ്പോൾ എല്ലാ ദിവസവും ഈ എക്സ്റ്റൻഷൻ വർക്കറിനെ അവിടെ പോയി ഓരോന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ലേണറിന് സ്വയം എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. സോ അതാണ് 5ാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. അൺലെസ് കൺവിക്ഷൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആക്ഷൻ, the teaching effort is fruitless. It is the job of the extension worker to make it easy for the learner to act. Blocks and annoyances that might prevent action should be anticipated by the extension worker, and steps taken to remove them should be encouraged. If action does not follow soon after the desire and conviction have been created, the new desire soon fades away and people continue as before. അല്ലേ, നമ്മുടെ കാര്യത്തിൽ ഇത് സെയിം തന്നെയാണ് നടക്കുന്നില്ലേ. ഇന്ന് നമുക്ക് പഠിക്കാൻ നല്ല ആവേശം കാണും, നാളെ ആകുമ്പോൾ നമുക്ക് എഴുന്നേക്കാൻ തീരെ പറ്റാതെ ആവും അല്ലേ. അടുത്ത സ്റ്റെപ്പ്, മേക്കിംഗ് സർട്ടൻ ദാറ്റ് ലേണർ ഒബ്റ്റെയിൻ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഹിസ് ഓൺ അല്ലേ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ആ കാര്യം വീണ്ടും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ദി ഫൈനൽ സ്റ്റെപ്പ്. ഓക്കെ, the end product of the extension teaching effort is the satisfaction that comes to the people as the result of solving a problem, meeting a need, acquiring a new skill, or some other changes in behavior. Follow-up by the extension worker helps the learner to evaluate the progress made, strengths satisfaction, minimizes the annoyance, and builds the learner's confidence in his ability to കണ്ടിന്യൂ ദ ആക്ഷൻ വിത്ത് ഇൻക്രീസിങ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ. നമ്മുടെ കോൺഫിഡൻസ് കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യാനായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് വരണം. ഇപ്പോൾ നമ്മൾ തന്നെ കൾട്ടിവേഷനിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ സ്വന്തമായി നട്ട വെണ്ടയിലൊക്കെ ഒരു വെണ്ടയ്ക്ക പിടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. നമ്മളത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കും. ദാറ്റ് ഈസ് സെയിം ഇൻ ദിസ് കേസ് ഓൾസോ. ദെൻ അടുത്ത 2ാമത്തേത് എക്സ്റ്റൻഷൻ്റെ ടീച്ചിങ് മെത്തേഡ്സ് ആണ്. എക്സ്റ്റൻഷൻ്റെ ടീച്ചിങ് മെത്തേഡ്സ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, extension teaching methods are the methods needed for teaching to disseminate or communicate the subject matter or message more effectively. It facilitates the process of extension education. Extension teaching methods are used to communicate the lesson or information to the learner or target people more effectively. അപ്പം ഏതൊക്കെ മെത്തേഡ് വഴി നമുക്ക് എക്സ്റ്റൻഷൻ്റെ ടീച്ചിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മെത്തേഡ് ഉണ്ട്, ഗ്രൂപ്പ് മെത്തേഡ് ഉണ്ട്, മാസ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഇൻഡിവിജ്വൽ മെത്തേഡ് എന്ന് കേൾക്കുമ്പോഴേ അറിയാവുന്നതാണ്. ദിസ് കൈൻഡ് ഓഫ് എക്സ്റ്റൻഷൻ ടീച്ചിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു കോൺടാക്ട് ദ ടാർഗറ്റ് പീപ്പിൾ ഓർ ലേണർ ഇൻഡിവിജ്വലി. നമ്മൾ ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൗൺസിലിംഗ് ചെയ്യുന്നത്, അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ട് ഹെൽപ്പ് കൊടുക്കുന്നതാണ് ഇൻഡിവിജ്വൽ മെത്തേഡ്. ഗ്രേറ്റർ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫേസ് ടു ഫേസ് കോൺടാക്ട് ആർ ദ എസൻസ് ഓഫ് ദിസ് പർട്ടിക്കുലർ കോൺടാക്ട് മെത്തേഡ്. The greatest advantage of this method is that it helps to create a good rapport between the extension worker and the target people. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്, കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്, ഒരുപാട് ഓഡിയൻസിന് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഇൻഡിവിജ്വൽ മെത്തേഡ് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, then group method. This teaching method is used to conduct a group of people which comprise of 5 persons to a maximum of 50 people. അപ്പം ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരുടെ എണ്ണം അത് നമ്മൾ എപ്പോഴും മറക്കാതെ വെക്കണം. 5 മുതൽ 50 ആൾക്കാർ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് മെത്തേഡ് വഴി എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ,
It is very helpful for highlighting a larger group embedded with a specific problem. This method helps to motivate the people in a group to accept change. It is comparatively less expensive and has more coverage, whereas free interaction and decision making may be hindered by the vested interest of the group members. സോ ഇതെന്താണ്, കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ്, ഒരുപാട് കവറേജും കിട്ടും. പക്ഷെ അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ എന്താണ് സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെ, ആൾക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വരുമ്പം അത് ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഇതിനകത്തുണ്ട് ഗ്രൂപ്പ് മെത്തേഡിനകത്ത്. ലാസ്റ്റ് വൺ, മാസ് മെത്തേഡ്. ദിസ് കൈൻഡ് ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് teaching method is used for the dissemination of information to a heterogeneous mass of people. In such a method, no face-to-face contact is found. This method is suitable for the creating awareness, general awareness, and large number of people may be communicated within a short time. The disadvantage of this method is that there is always difficulty in getting feedback and its lesson in less intensive. സോ നമ്മളിപ്പോൾ പറയുമ്പോൾ മാസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം എന്താണ്, നമ്മൾ റേഡിയോയിൽ കൂടി അനൗൺസ്മെൻ്റ് ഒക്കെ പറ്റില്ലേ, ടി വി റേഡിയോ അതിൽ കൂടി കൊടുക്കുന്ന മാസ് മെത്തേഡാണ്. കാരണം ഇപ്പം വാർത്തകളിലൊക്കെ വരുന്നത് അതിനിടയ്ക്കൊക്കെ പറയുന്ന കാര്യങ്ങളിൽ അത് ഒരുപാട് ആൾക്കാരിലേക്ക് അറ്റ് എ ടൈമിൽ എത്തുന്നുണ്ട്. അതങ്ങനെയാണ് മാസ് മെത്തേഡ്. നമുക്ക് ഫീഡ്ബാക്ക് പക്ഷെ എടുക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പം നമ്മൾ തന്നെ റേഡിയോ കേൾക്കുന്നത് നമ്മളൊരിക്കലും ഫീഡ്ബാക്ക് കൊടുക്കാറില്ല. ചോദിക്കുന്ന എന്തെങ്കിലും ചില പ്രോഗ്രാംസിലൊക്കെ മാത്രം എന്ത് ചെയ്യുന്നു, ഫീഡ്ബാക്ക് ചോദിക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ എഴുതിയായിരിക്കും അല്ലേ. അടുത്തത് ഹോം സയൻസിൽ വരുന്ന എക്സ്റ്റൻഷനെ കുറിച്ചാണ് പറയുന്നത്. ഹോം സയൻസ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ആസ് എ സിസ്റ്റമാറ്റിക് എഡ്യൂക്കേഷൻ ഫോർ ഹോം ലിവിങ് അല്ലെ. ഹോം ലിവിങ്ങിനുള്ളതാണ് ഹോം സയൻസ് എന്ന് പറയുന്നത്. The art of homemaking has a significant place among the 64 arts an individual has to master for a successful living. Home science deals with all aspects of the life of the community and the nation. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹോം സയൻസിൻ്റെ എക്സ്റ്റൻഷനകത്ത് വരുന്നത് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ, എക്സ്റ്റൻഷൻ വർക്ക്, എക്സ്റ്റൻഷൻ സർവീസസ്. ഹോം സയൻസ് എഡ്യൂക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് ഇറ്റ് യൂസസ് എ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. ഒരുപാട് ഡിസിപ്ലിൻസിനുള്ള അപ്രോച്ച് വരുന്നുണ്ട്. ദെൻ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ഇറ്റ് ഹാസ് മെയിൻലി വിമൺ ഹാസ് ഇറ്റ്സ് ടാർഗറ്റ് ഗ്രൂപ്പ്. ഹോം സയൻസ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. റിസൾട്ട് ആർ ടാഞ്ചിബിൾ. ഇറ്റ് ഈസ് എ two-way process. It is a need-based program. It is family oriented, uses scientific approach. It's voluntary. Okay. അപ്പോൾ ഫാദർ ആരാണ്? ഡോക്ടർ ജെപോൾ ലീഗൻസ് ആണ് കേട്ടോ. ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് ദ പീപ്പിൾ ഓർ ഡെസ്റ്റിനേഷൻ മാൻ എന്നുള്ളതാണ്. സോ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ തീർന്നു കഴിഞ്ഞു. അതായത് കമ്മ്യൂണിക്കേഷൻ ഇൻ ഹോം സയൻസ് എക്സ്റ്റൻഷൻ, കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. സോ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല എന്നൊന്നും ജസ്റ്റ് ഒന്ന് നോക്കി പോവാവേ. അക്കോർഡിംഗ് ടു ജെ.പി. ലീഗൻസ്, communication is a process by which two or more people exchange facts, ideas, feelings, or impressions in ways that each gain a common understanding of meaning, intent, and use of message. ഇപ്പോഴും കമ്മ്യൂണിക്കേഷനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നുന്നു. നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും ഡെയിലി എത്ര കമ്മ്യൂണിക്കേഷനിൽ എത്ര പ്രാവശ്യമാണ് നമ്മൾ ഓരോ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. സോ communication, objectives of communication ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ഹ്യൂമൻ റിലേഷൻസിനെ വാല്യൂ ചെയ്ത് നമ്മളിപ്പം എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഹ്യൂമൻ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുക. അതുപോലെ എംപതി, പെർsuasion. സോ പെർsuasion എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവിൻസിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് എ പേഴ്സൺ ടു ഗെറ്റ് തിങ്സ് ഡൺ. ഓക്കെ,
ഒരാളെ കൊണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്യിപ്പിച്ചെടുക്കുന്നതിനാണ് പെർsuasion എന്ന് പറയുന്നത്. ഡയലോഗ്, ഇൻഫർമേഷൻ, ഇൻഫ്ലുവൻസ് ചെയ്യണം, അണ്ടർസ്റ്റാൻഡിങ്, ഡിസ്കോഷൻ ഓഫ് മിസ്ഇൻഫർമേഷൻ, ഓക്കെ, മിസ്ഇൻഫർമേഷനെ ഡിസ്കറേജ് ചെയ്യണം, then suggestions and compliance, free exchange, better relations, fostering attitude ഉണ്ടായിരിക്കണം. ഓക്കെ, then nature of communication. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ സിലബസിനകത്ത് ഹോം സയൻസിൽ 4ാമത്തെ ചാപ്റ്ററാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ഡെഫിനിഷൻ, നീഡ്, പ്രിൻസിപ്പൾസ്, ഫിലോസഫി, ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ആണ് നമുക്കിത് നോക്കാനുള്ളത്. ഓക്കെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഭവം കിടപ്പുണ്ട്. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് പറയുന്നുണ്ട് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതും കൂടി നോക്കണം. അപ്പം ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞല്ലോ. സോ കമ്മ്യൂണിക്കേഷനകത്ത് എപ്പോഴും ഒരു സെൻറ്റർ ഉണ്ടാവും. സെൻറ്റർ മെസ്സേജ് അയക്കുന്നു. മെസ്സേജ് കഴിഞ്ഞിട്ട് അതൊരു ചാനലിൽ കൂടി ആർക്ക് കിട്ടുന്നു? റിസീവർക്ക് കിട്ടുന്നതാണ് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ: വെർബൽ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ അറിയാമല്ലോ, ഓറൽ, റിട്ടൺ, വിഷ്വൽ. നോൺ വെർബലിനകത്ത് കൈനസ്റ്റിക്സിനകത്ത് വരുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ: ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ്, സോഷ്യൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, പാസ്റ്റ് എക്സ്പീരിയൻസ്, നോളജ് ഓഫ് സബ്ജക്ട് മാറ്റർ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, കോൺ ഓഫ് എക്സ്പീരിയൻസ്. One of the greatest and challenging roles a home scientist faces is that of his or her work with a community or with a group of people. For this, she needs to create situations in which communication takes place between the extension community worker and the learner or target audience. There are certain devices that serve the said purpose and are collectively called as extension teaching methods. അല്ലേ, അപ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പല പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഡിവൈസസിൻ്റെ സഹായം തേടും. അതാണ് എക്സ്റ്റൻഷൻ ഡിവൈസസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കുറേ ഡിവൈസസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എക്സ്റ്റൻഷൻ ടീച്ചിങ് മെത്തേഡ്, എന്ത് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പഠിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് തന്നെ എന്താണ് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ, ലെക്ചർ മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്, അങ്ങനെ പല മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് കഴിയും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ നാച്ചർ ഓഫ് ദി ഓഡിയൻസ്, their size, age group, educational and socio-economic background, and many other factors, we have individual method, group method, and mass method for carrying out the extension activity. Whatever may be the teaching method used for the extension community work, there are certain devices that can be used to transfer the message to the target audience effectively and interestingly. It can be a radio talk, motion picture, documentary, video clipping, dramas, an exhibition, or even a demonstration. Such devices are known as audio visual aids. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയല്ല, പഠിപ്പിക്കാൻ വേണ്ടി എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്താണ് അറിവുകൾ പകർന്നു നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാതരം മെത്തേഡുകളെയും കൂടി ചേർത്ത് നമുക്ക് ഓഡിയോ വിഷ്വൽ, എല്ലാ ഡിവൈസസിനെയും ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയാൻ കഴിയും. An audiovisual aid is an instructional device in which the message can be heard but not seen. Example, radio. A visual aid is an instructional or communicating device in which the message can be seen but not heard. Example, photographs, specimens, exhibits, etc. An audiovisual aid is an instructional device through which all the messages can be heard as well as seen. Example, drama, television, puppet show, etc. Okay.
ഞാൻ ഈ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനകത്താണ് നമ്മുടെ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. ഓക്കെ, എഡ്ഗർ ഡെയിൽ an educationalist devised the cone of experience to explain the interrelationship of various type of audiovisual materials. അല്ലെ, ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനായിട്ടാണ് എഡ്ഗർ ഡെയിൽ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം യൂസ് ചെയ്തിരിക്കുന്നത്. To explain the interrelationship of various types of audiovisual materials as well as the individual position in the learning process. At the bottom of the cone, the source of experience is most effective in view of producing the desired quantity and quality of learning. അപ്പോൾ കോൺ ഓഫ് എക്സ്പീരിയൻസിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം. സോ ഓക്കെ, ഇതിനകത്ത് വെർബൽ സിമ്പിൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഈ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൻ്റെ എന്താണ് പരസ്പരം തമ്മിലുള്ള റിലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഒരു എന്താണ് ഒരു ട്രയാങ്കിളായിട്ട് ഇങ്ങനെ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, at the bottom of the cone, the sources of experience is most effective in view of producing the desired quality and quantity of learning. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നത് എവിടെയാണ്? ബോട്ടത്തിലാണ്. ബോട്ടത്തിൽ എങ്ങനെയുള്ള ലേണിംഗ് ആണ് സാധ്യമാകുന്നത്? ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഡയറക്റ്റായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ബോട്ടത്തിൽ വരുന്നത്. ഓക്കെ, അപ്പം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നതെന്നാണ് ആര് പറയുന്നത്? എഡ്ഗർ ഡെയിൽ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പം നമ്മൾ എന്താണ് നമ്മളിപ്പോൾ ഒരു കൾട്ടിവേഷൻ കാണുകയാണ്, പാലി കൾട്ടിവേഷൻ. അപ്പം അത് നമ്മൾ ചെയ്ത് കാണുകയാണ്. അപ്പോൾ ഒരാൾ നമുക്ക് മുന്നിൽ ചെയ്ത് കാണിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും അത് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതാണ് ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്. Learning by doing is the best type of learning. Actual experiences is very effective in learning. It represents the reality or the closest to real everyday life, closest to real everyday life with the three elements: directness, purposefulness, and responsibility for the outcome. Example, making a piece of furniture, cultivating any crop. അത് നമ്മൾ കണ്ണുകൾ കൊണ്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്. അടുത്തത് കൺട്രീവ്ഡ് എക്സ്പീരിയൻസ്. അവിടെ കൺട്രീവ്ഡ് എക്സ്പീരിയൻസസ് ആർ എഡിറ്റഡ് കോപ്പീസ് ഓഫ് റിയാലിറ്റി ആൻഡ് ആർ യൂസ്ഡ് ആസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് റിയൽ തിങ്സ് when it is not practical or not possible to bring or do the real things in the classroom. These include models, mock-ups, specimens, simulations, games. അല്ലേ, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ അസ്ഥികൂടം അല്ലേ പഠിക്കാനൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ എന്താണ് ലാബിലൊരു അസ്ഥികൂടം ഉണ്ടാവുമല്ലോ. അവിടെ എല്ലാം കൊണ്ടുപോയിട്ട് നമുക്ക് കാണിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ട് അത് ശരിക്കും എന്താണ് ഒരു കൺട്രീഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. റിയലിൽ നമുക്ക് ഒരു മനുഷ്യനെ അങ്ങനെ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു സ്പെസിമെൻ എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. അല്ലെങ്കിൽ അതുപോലെ ഉണ്ടാക്കി വെച്ചൊരു സാധനം അല്ലെ, ക്ലേ ഒക്കെ ഉപയോഗിച്ചിട്ട് അത് ഒരു സ്പെസിമെൻ ഉണ്ടാക്കി വെച്ചത് അത് കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു കാര്യങ്ങൾ ആ എല്ലിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. അതൊരു കൺട്രീവ്ഡ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അടുത്തത് ഡ്രാമറ്റൈസ്ഡ് എക്സ്പീരിയൻസ്. ഇത് കോണിൽ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ് പറയുന്നത്. താഴെ നമ്മൾ പറഞ്ഞു വരികയാണ് കേട്ടോ. ഫസ്റ്റ് ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്, അത് കഴിഞ്ഞിട്ട് കൺട്രീവ്ഡ് എക്സ്പീരിയൻസ്, അത് കഴിഞ്ഞിട്ട് ഡ്രാമറ്റൈസ്ഡ് എക്സ്പീരിയൻസ്. It is essentially a process of communication in which both participants and spectators are engaged. A creative reaction and sharing of ideas take place. Example, drama, puppet show, tableau, role playing, pigeons, etc. Okay. So, ഇപ്പം എന്താണ് ഡ്രാമറ്റൈസ്ഡ് എക്സ്പീരിയൻസ്, ആ പേരിനകത്ത് ഡ്രാമറ്റൈസ്, അതായത് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അതെങ്ങനെയാണെന്നുള്ളത് എന്താണ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു ചെയ്യണം. ഒരു ഡ്രാമ പോലെ, ഇപ്പം നമ്മളൊരു ഡ്രാമ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു പപ്പറ്റ് ഷോ കാണുന്ന പോലെ എന്ത് ചെയ്യുന്നു, അതിനെ ആ ഒരു ഇവന്റിനെ എന്ത് ചെയ്യും നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് അല്ലേ. വേറെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്
എന്ത് ചെയ്യുന്നു, ഇപ്പം നമ്മൾ തന്നെ ഡോക്യുമെൻ്ററിയൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പല കാര്യങ്ങളും ഇപ്പം എന്താണ് മെൻ്റൽ ഇൽനെസ് പോലുള്ള അസുഖങ്ങളെ കുറിച്ചൊക്കെ എന്താണ് ഡോക്യുമെൻ്ററിയൊക്കെ ഇപ്പം നമ്മൾ ലൈവായിട്ട് അതിനുള്ള ഡ്രാമയും അങ്ങനെയുള്ള കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അത് കുറച്ചും കൂടെ എന്താണ് നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. റിയലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന അത്രയും നമുക്ക് അറിയാൻ പറ്റില്ല, പക്ഷേ എന്തെന്നാൽ തന്നെ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഡ്രാമറ്റൈസ്ഡ് എക്സ്പീരിയൻസ്. ഓക്കെ, ദെൻ ഡെമോൺസ്ട്രേഷൻ. ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സിമ്പിളി നമുക്ക് വിഷ്വലൈസ് ചെയ്ത് തരുന്നു, ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഓക്കെ, ഡെമോൺസ്ട്രേഷൻ ഹെൽപ്സ് ടു വിഷ്വലൈസ് എ പ്രോസസ് ദാറ്റ് മൈറ്റ് ബി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് കംപ്ലീറ്റ്ലി ഓൺലി ത്രൂ വെർബൽ ഡിസ്ക്രിപ്ഷൻ. It is an act of showing that something exists or is true by giving proof of or evidence, or it is a practical exhibition and explanation of how something works or is performed. 3 type of demonstration ഉണ്ട്. മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ, റിസൾട്ട് ഡെമോൺസ്ട്രേഷൻ, കോമ്പോസിറ്റ് ഡെമോൺസ്ട്രേഷൻ. ഓക്കെ, അതെങ്ങനെ ചെയ്യുന്നുള്ള മെത്തേഡ് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്, അപ്പോൾ നമ്മൾ ലാബിലൊക്കെ BSc അല്ല +2 ഒക്കെ പഠിച്ചിട്ടില്ല, +2 സയൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, നമ്മൾ ലാബിൽ ഓരോ എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ ചെയ്യില്ലേ, അതിന് നമുക്ക് അതിൻ്റെ മെത്തേഡുകൾ കാണിച്ചു തരാം, അതിൻ്റെ ഫൈനൽ റിസൾട്ടും കാണിച്ചു തരാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുമല്ലേ. ഫസ്റ്റ് എന്ത് ചെയ്യുമ്പോൾ ടീച്ചർ അല്ല റിയജൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരും, അതിൻ്റെ മെത്തേഡ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാണിച്ചു തരും, ഫൈനൽ റിസൾട്ടും കാണിച്ചു തരും. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തും കാണിച്ചു തരും. എങ്ങനെ ഈ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനടുത്തത് ഫീൽഡ് ട്രിപ്പ് അല്ലേ, പറയണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത്. സോ പഴയ ട്രിപ്പൊക്കെ എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ടാവും. ഇതിനടുത്ത് എക്സിബിഷൻസ് അറിയാലോ. Exhibits are systematic representation of the reality. These are only seen, therefore position at less effective source in the cone of experience. അപ്പോൾ നമുക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ, അതുകൊണ്ട് അത്രയും എഫക്റ്റീവ് അല്ല. ഓക്കെ, ദെൻ മോഷൻ പിക്ചേഴ്സ്, ടെലിവിഷൻ. അത് കഴിഞ്ഞ് വരുന്നത് റെക്കോർഡിങ്സ്, റേഡിയോ ആൻഡ് സ്റ്റിൽ പിക്ചേഴ്സ്. അപ്പം നമ്മൾ മുകളിലോട്ട് പോകുന്തോറും നമ്മൾക്ക് ലേൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൻ്റെ എഫക്റ്റീവ്നെസ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും താഴെ ബോട്ടമിലാണ് ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് ലേണറിന് ലേൺ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത് വിഷ്വൽ സിമ്പിൾസ്, അതിന് മുകളിലായിട്ട് വെർബൽ സിമ്പിൾസ് വരുന്നു. സോ വെർബൽ നമുക്ക് പറഞ്ഞു തരുന്നു അല്ലേ. ഇപ്പം ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെയാണെന്ന് പറയുമ്പം അത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നില്ല, പക്ഷെ ഈ നോട്ടും കൂടി നിങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ വെർബൽ വിഷ്വലും കൂടി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ എഡ്ഗർ ഡയലിൻ്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ എഫക്റ്റീവ്നെസ് അനുസരിച്ച് എഡ്ഗർ ഡയൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് കോൺ ഓഫ് എക്സ്പീരിയൻസ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ്റെ ഏകദേശം പകുതിയോളം തീർത്തു. ഇനി ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.